5 നാൾ. അപ്പോൾ ഇനി കലാമാമാങ്കത്തിന്റെ പൂരമാണ് തൃശ്ശൂരിൽ രണ്ടാം പൂരം അതാ നടക്കാൻ പോകുന്നു. സ്കൂൾ കലോത്സവത്തിന് എല്ലാവരും ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിരിക്കുന്നു. നാളെയാണ് ഉദ്ഘാടനം. പാണ്ഡ്യവേള ഉണ്ട്, കുടമാറ്റമൊക്കെ നാളെയാണ് വർണ്ണാഭമായ ഉദ്ഘാടനം നടക്കുക. കലോത്സവത്തിൻ്റെ ആദ്യ സംഘത്തിന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകുകയും ചെയ്തു. സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള തുറന്ന ജീപ്പിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം അതിങ്ങനെ ആഘോഷപൂർവ്വം നീളൻ പിന്നിലേക്ക് ഓരോരോ കലാപ്രകടനങ്ങളുണ്ട്. NCC കേഡറ്റുകളാണ് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ തൃശ്ശൂരിൻ്റെ രാജകീയ വീതിയുടെ ആ തിരുവീതിയിൽ കൂടി ആ സംഘം ഇങ്ങനെ സാർത്ഥവാഹക സംഘങ്ങളെ പോലെ ഇങ്ങനെ മുന്നോട്ടേക്ക് കടന്നു വരികയാണ്. സുർജിത്ത്, എല്ലാ കാര്യങ്ങളും ഓക്കെ ആണല്ലോ അല്ലേ? പക്ക സെറ്റല്ലേ എല്ലാ കാര്യങ്ങളും? അതെ അതെ, ഇവിടെ ഉണ്ടല്ലോ നല്ല രസകരമായ കൗതുകകരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് സ്കേറ്റിംഗ് ആണ് കുട്ടികളുടെ. ആ സ്കേറ്റിംഗ് കുട്ടികളെ ഒന്ന് കാണിച്ചു കൊടുക്കുക രാഹുൽ. എത്ര ഭംഗിയായിട്ടാണ് അവർ ഇതിനു മുന്നിൽ ഇങ്ങനെ ചിത്രം വരയ്ക്കും പോലെ അങ്ങനെ സ്കേറ്റിംഗ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയായിരുന്നു ഈ കലോത്സവം മുഴുവനും കുട്ടികളുടെ പൂരമാണ്. ഇവിടെ കുട്ടികളുടെ പൂരം നടക്കുകയാണ്. അവരാണ് അത്യന്തം ഇതിന്റെ സംഘാടകരും അതിന്റെ എല്ലാ തരത്തിലുള്ള ഗുണഭോക്താക്കളും കുട്ടികളാണ്. അവർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുപോലെയാണ് കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, നടു റോട്ടിൽ കുട്ടികൾ ഇങ്ങനെ സ്കേറ്റിംഗ് ആണ് ഏറ്റവും ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം. ഈ ബുള്ളറ്റിൽ വരുന്നത് കണ്ട് എത്ര മനോഹരമായിട്ടാണ്. അത് അവർ 3 പേരാണ്, 3 വനിതകളാണ്. പിങ്ക് ഓട്ടോയാണത്. അതിന് പുറകിൽ ഒരു മിടുമിടുക്കി കുട്ടിയുണ്ട് നമ്മുടെ പാണ്ഡ്യമേളത്തെ നയിക്കാനായിട്ട്. എല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നടക്കുമ്പോൾ എത്ര സന്തോഷമായിട്ടാണെന്നറിയാം. ഞങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ്. തൃശ്ശൂർക്കാര് പൂരത്തിന്റെ പോലെ തന്നെ അതേ ആവേശത്തോടു കൂടി തന്നെ, ആവേശം ഒട്ടും ചോർന്നു പോവാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ഇടങ്ങളിൽ നിന്നായിട്ട് ഓരോ പ്രദേശത്തുള്ളവരെ നാട്ടുകാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ശബ്ദം വരെ ഫുള്ള് വൈബാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു മിനി പൂരം ലൈനിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ ഗംഭീര ഒരു പാണ്ഡ്യമേളം തൊട്ടുപുറകിൽ കാണാം. ആവേശത്തോടുകൂടി ആളുകൾ പങ്കെടുക്കുന്നു. അതിൻ്റെ ഒരു കാഴ്ച അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. കാരണം ചെറിയ കുട്ടികളാണ് അവിടെ. കണ്ടിട്ട് ഒരു പെൺകുട്ടി കൊമ്പ് വായിക്കുന്നു, അപ്പുറത്തൊരു പയ്യൻ കൊമ്പ് വായിക്കുന്നു. ചെറിയ മക്കളാണ്. ഈ മക്കളൊക്കെ പൊളിയായിട്ട് ആഘോഷപൂർവ്വം പാണ്ഡ്യമേളം കൊട്ടിക്കയറാണ്. കാരണം കുഞ്ഞു കുഞ്ഞു മക്കളാണ്. ആ മക്കള് കൂടി സ്ഥലം കൊടുത്ത് ട്രാക്ക് കൊടുത്താണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാ കുഞ്ഞുമക്കൾ കൊട്ടിക്കേറി ഇതങ്ങനെ മുന്നോട്ട് പോവാണ്. നമ്മളിപ്പോ 1-ാം വേദിക്ക് അടുത്ത് എത്താറായിട്ടുണ്ട്. അതായത് ഇപ്പൊ സ്വപ്ന ജംഗ്ഷന്റെ അവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഘോഷയാത്ര ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതാ ഇടന്തല വലന്തല ചെണ്ടകളിൽ കോലി വീഴുന്ന വളരെ മനോഹരമായ ആ കാഴ്ച. അത് കേൾക്കാൻ തന്നെ ഒരു ഇമ്പമാണ്, ആവേശമാണ്. ആ ആവേശം പ്രകടമാകുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ മേളയുടെ തുടക്കം എന്നുള്ള നിലയിൽ, കലോത്സവത്തിന്റെ തുടക്കം എന്നുള്ള നിലയിൽ നടക്കുന്ന ഘോഷയാത്ര. തൊട്ടുപിറകിൽ 2 കുതിരകളെ നമുക്ക് കാണാൻ പറ്റും. കുതിരകൾക്ക് അപ്പുറത്ത് ആ സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം നടക്കുന്നു. ആ സ്വർണ്ണക്കപ്പിന്റെ പിറകിലായി മന്ത്രിമാരുടെ 2 മന്ത്രിമാർ, ഒപ്പം തന്നെ ഇവിടുത്തെ മേയർ, MLA അടക്കമുള്ള ജനപ്രതിനിധികൾ, അവരെല്ലാവരും വളരെ ആവേശപൂർവ്വം അതിനകത്ത് ഘോഷയാത്രയുടെ ഭാഗമായി പങ്കെടുക്കുന്നു. തൊട്ടുപിറകിൽ കാവടി അടക്കമുള്ള ഘോഷങ്ങൾ കാണാം. അതിന്റെ പിറകിലായി NCC കേഡറ്റുകളുണ്ട്, NSSന്റെ വളണ്ടിയേഴ്സ് ഉണ്ട്. അവരെല്ലാവരും സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാവരും ഒത്തുചേരുന്ന വിധത്തിലാണ് ആവേശം. അത് തൃശ്ശൂരിന്റെ ആവേശം, അത് പൂരത്തിന്റെ ആവേശം പ്രകടമാകുന്ന തരത്തിൽ തന്നെയാണ് ഈ ഘോഷയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. സ്വർണ്ണക്കപ്പ് കടന്നു വരുന്നു. സ്വർണ്ണക്കപ്പ് ഇതാ 117.5 പവൻ പൊൻകപ്പാണ്. അപ്പൊ അതിന് ഡെമോ ആണോ അതോ ഒറിജിനൽ 117.5 പവനാണോ? അങ്ങനെയാണെങ്കിൽ പവന് ലക്ഷത്തിന് മുകളിലാട്ടോ വില. ഹാഷ്മി ഡെമോ അല്ല, 916 ആണ്. 916 ആണ്. ഒറിജിനലാണ്. ഡെമോ ഒരു മാറ്റി. ഇത് ഒറിജിനൽ 916 ആണ്. ഇപ്പോഴത്തെ മൂല്യം അനുസരിച്ച് ഒരു 1.5 കോടി രൂപ വരും. തൃശ്ശൂരിന്റെ കൈവശമാണ് ആ സംഗതി. അത് കഥ മാറും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അല്ല സുർജിത്ത്, കഴിഞ്ഞ തവണ പാലക്കാടിന് ഒറ്റ പോയിന്റ് നഷ്ടത്തിലാണ്. അപ്പൊ പാലക്കാട് ഇക്കുറി നമ്മളെ പാലക്കാട് ഒന്നുകൊണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞത് ഇക്കുറി ഞങ്ങൾക്കത് എടുക്കണം, അത് ഞങ്ങളുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നം പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. അപ്പൊ ഇത്രയും അവിടെ പൊടിവാറും.
അതെ അതെ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നാണല്ലോ ഹാഷ്മി, നമ്മൾ കണ്ടത് ഒരേ ഒരു പോയിന്റ്. അപ്പോഴാണ് ഈ ഒരു പോയിന്റിന്റെ വിലയൊക്കെ നമുക്ക് മനസ്സിലാവുക അല്ലെ, ആ ഒരൊറ്റ പോയിന്റിനാണ്. പക്ഷെ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഹാഷ്മി 25 വർഷത്തിന് ശേഷമാണ് അവരത് അർഹിക്കുന്നത് തന്നെയാണ്. അവരത് പൊരുതി നേടിയതാണ്. എത്ര ആരോഗ്യകരമായ മത്സരമായിരുന്നു, എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ദിവസം അല്ലേ. അപ്പൊ ആ ദിവസത്തെ ആ ഒരു ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂർക്കാർ ഇത്തവണ അമ്മേ. അപ്പൊ ഞാനാരായി? അതങ്ങനെ തന്നെയാണ്. നമ്മളിവിടെ തൃശ്ശൂരിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളും തൃശ്ശൂർക്കാരാണ്. തൃശ്ശൂർക്കാരും പൊരുതട്ടെ, ആരോഗ്യകരമായി മത്സരിക്കട്ടെ. പാലക്കാടും കോഴിക്കോടും എറണാകുളവും ആര് നേടും കപ്പെന്നുള്ളതാ ഈ മനോഹരമായ സ്വർണ്ണക്കപ്പ്. ആ സ്വർണത്തിന്റെ വിലയല്ല, ആ കപ്പിന്റെ വിലയാണ് പ്രധാനം. ആ കപ്പ് ആര് നേടും? ഇത്തവണ തൃശ്ശൂർക്കാരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഞങ്ങൾ അങ്ങേയറ്റം മത്സരിക്കും, ഞങ്ങൾ തന്നെ ഈ കപ്പ് ഇത്തവണയും പിടിച്ചിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ പാലക്കാടും കോഴിക്കോടും എറണാകുളവും കണ്ണൂരും ഒക്കെ തന്നെ വലിയ വാശിയിലാണ്. ഇന്നലെയൊക്കെ ഓരോരുത്തരായി പത്തനംതിട്ടയിലെ ഞങ്ങൾ പാവങ്ങളാണ് കാര്യം, ഞങ്ങൾ ചെറിയ വാശിയൊക്കെ ഉണ്ട് സ്മിത ചേച്ചി. നിങ്ങൾ ഈ പറഞ്ഞ കോഴിക്കോട് അതും മാത്രം പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പത്തനംതിട്ട ജില്ല ഞങ്ങൾ പാവം ജില്ലയാണ്, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് വാശിയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ മാഞ്ഞാലിയും പറയും, എറണാകുളം മാത്രമല്ല മാഞ്ഞാലിയും പറയും. പക്ഷെ ഹാഷ്മി, നമ്മള് കലോത്സവത്തിൽ പോകുമ്പോ ഒറ്റ മനസ്സോടെയാണ്, ഒരേ വികാരത്തോടെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുക അല്ലെ. ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതിനേക്കാൾ ആ മത്സരങ്ങളുടെ ഒരു മാറ്റ് കൂട്ടുന്നത് അതിലുള്ള ആരോഗ്യകരമായ മത്സരം തന്നെയാണ്. അതിൽ ഓരോരുത്തരും പങ്കെടുക്കുന്നു. നാളെ അങ്ങ് തുടങ്ങുകയല്ലേ കലകളും അറിയാത്തവൻ അവിടെ കലവറ പോയി നോക്കിയായിരുന്നു. ചോറ്, സാമ്പാർ, അവിയൽ, തോരൻ, ഓലൻ, കാളൻ, രസം, പുളിശ്ശേരി, കിച്ചടി, പച്ചടി, മോൻ, അച്ചാറ്, പപ്പടം, പിന്നെ അടപ്രഥമന്, ഗോതമ്പ് പായസം, പാൽപ്പായസം, സ്പെഷ്യൽ ചേമ്പ് പായസം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇക്കുറി പായസം എന്തൊക്കെയാണ്? കലവറ വിശേഷം കൂടി പറ. കലവറയുടെ കഥയോട് പറയാ. ഹാഷ്മി, എന്നെ എല്ലാവരും ട്രോളുമായിരിക്കും ഇതിനിടയിൽ കൊണ്ടുവന്ന് കവിത കുത്തിക്കയറ്റിന്ന്. ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി ഓർമ്മ വരുന്നു. എന്ത് ബ്യൂട്ടിഫുൾ കവിതകളാണല്ലേ അതൊക്കെ. ആ കാലമൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വരും. എന്താ, ആ വിശുദ്ധമാം മുഗ്ധപുഷ്പത്തെ കണ്ടില്ലെങ്കിൽ, ആ വിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ. ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തിയുണ്ട്. അതുപോലെ കനകാംബരങ്ങൾ, കർണികാരങ്ങൾ, ആമ്പലും താമരയും, അങ്ങനെ അങ്ങനെ മനോഹരമായ 25 പൂക്കളുടെ പേരാണ്. അതിനിടയിൽ 15ാം നമ്പറാണ് ഡാലിയ മാറി താമരയായത്. അതും നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇതിന്റെ എല്ലാം ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, ഒരു പരാതികളും ഇല്ലാതെ, വിമർശനങ്ങളില്ലാതെ, വിവാദങ്ങളില്ലാതെ, വളരെ സന്തോഷത്തോടെ, ഒറ്റ മനസ്സോടെ, ഐക്യത്തോടെ തൃശ്ശൂർ പൂരത്തിനെത്തും പോലെ എല്ലാവരും ഒരേ മനസ്സോടെ ഈ ആവേശത്തിൽ ഇങ്ങനെ ഈ 5 നാളുകൾ, ഇനി വരുന്ന ദിനരാത്രങ്ങൾ കലയുടെ മാമാങ്കത്തിന് നമ്മളിങ്ങനെ കൊടിയേറുകയാണ്. ദാ ഇവരെല്ലാവരും ഓരോരുത്തരായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ ആവേശത്തോടു കൂടി കൊട്ടിക്കയറുകയാണ്. അവിടെ പൂരം കൊട്ടിക്കയറുന്ന മട്ടിൽ തന്നെയാണ് കലോത്സവം കൊട്ടിക്കയറുന്നത്. ഈ പറയുന്ന താളത്തിന്റെ ഒരു പശ്ചാത്തലം തൃശ്ശൂരിന്റെ എല്ലാവിധ ആഘോഷങ്ങൾക്കും ഉണ്ട്. അത് പാണ്ഡ്യമേളത്തിന്റെ പശ്ചാത്തലമാണ്. തൃശ്ശൂരിൽ ആ പൂരനാളുകളിൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈ പാണ്ഡ്യമേളത്തിന്റെ ഒരു രസിപ്പിക്കുന്ന, ഒരു മതിപ്പിക്കുന്ന, തലയ്ക്ക് പിടിക്കുന്ന ഒരു ലഹരി. ഉറപ്പായും ഈ താളം നമ്മൾ കുറേ അധികം സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അതിങ്ങനെ പിടിക്കും. പയ്യെ പിടിച്ചു കയറി നമ്മൾ ആ വൈബിലോട്ട് ഇങ്ങനെ വീണ് നമ്മൾ അതിനൊപ്പം ഇങ്ങനെ അങ്ങ് അലിഞ്ഞു ചേരുന്ന ഒരു അനുഭവം നമുക്ക് ഈ പാണ്ഡ്യമേളത്തിൻ്റെ പ്രത്യേകതയാണ്. അതവിടെ ഇപ്പോൾ കേൾക്കാം. ആ കൊമ്പിൻ്റെ വിളിയൊക്കെ ഒരു രസമുള്ള വിളിയാണ്. നമ്മൾ ടി വി കേൾക്കുന്നവരല്ല, അവിടെ പോയി നിൽക്കുന്നവർ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനോടൊക്കെ ചേരും. അതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ അനുഭവം. പൂരാനുഭവം പോലെ തന്നെയാണ് ഈ അനുഭവം. അവിടെ തൃശ്ശൂരിന് പാണ്ഡ്യമേളവും കൊമ്പും കുഴൽവിളിയും ഇല്ലാത്തൊരാഘോഷം തൃശ്ശൂരിന് എവിടെയില്ല. ആനകൾ ഉണ്ടാവുന്നില്ല എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ കുടമാറ്റമുണ്ട്, പാണ്ഡ്യമേളമുണ്ട്. നാളെ ഈ 64ാം സ്കൂൾ കലോത്സവം ഇന്ന് അത് പ്രതികരിച്ച് 64 കുട്ടികൾ ഇന്ന് കുടമാറും. കുടമാറ്റത്തിൽ എന്താണ് പലവിധ വൈവിധ്യങ്ങളുണ്ടെന്ന് നാളെ നമുക്കറിയാം. എന്തായാലും ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ സകലവിധമായ പ്രൗഢിയോടും കൂടിയാണ് കലോത്സവം. 117 പവൻ സ്വർണ്ണ കപ്പാണത്. ഞാൻ കരുതി ഡെമോ അല്ലെന്നാണ്
സുർജിത്ത് പറഞ്ഞത്. ഒറിജിനൽ കപ്പാണ്. 117 പവൻ എന്നൊക്കെ പറഞ്ഞാൽ 1 ലക്ഷത്തിൻ്റെ മുകളിലാണ് ഒരു പവൻ ഇപ്പോൾ വില. 117 പവൻ എന്ന് പറഞ്ഞാൽ കോടി വിലയുള്ള ഒരു ഐറ്റമാണ് ആയിരിക്കുന്നത്. ആ ഐറ്റം ഞങ്ങൾ ഇത്തവണ എടുക്കും എന്ന് പാലക്കാട് പറയുന്നു. അല്ല, വിട്ടുതരില്ല എന്ന് നിലവിലെ ചാമ്പ്യന്മാർ പറയുകയാണ്. അപ്പോൾ പാലക്കാട് ഒറ്റ പോയിന്റാണ് കഴിഞ്ഞ തവണ ആ കപ്പ് നഷ്ടമായത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആ തുറന്ന ജീപ്പിൽ അവിടെ ഉണ്ട്. കുട്ടികളാണ് ആ പാണ്ഡ്യമേളത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന കുട്ടികളാണ്. നേരത്തെ സ്കേറ്റിംഗ് നടന്ന കുറേ കുട്ടികളെ കണ്ടു. 10,15,000-ഓളം പ്രതിഭകൾ, 1-2-3 പ്രതിഭാപൂരം അവിടെ നടക്കാൻ പോകുന്നു. നാളെ മുതൽ തുടങ്ങുന്ന 5 ദിവസങ്ങളിൽ ഒരുപാട് വിസ്മയങ്ങൾ കുട്ടികൾക്ക് കേരളത്തെ കാണിക്കാനുണ്ട്. അവരുടെ ദീർഘനാളത്തെ അധ്വാനത്തിൻ്റെ, ദീർഘനാളത്തെ റിഹേഴ്സലിൻ്റെ, ദീർഘനാളത്തെ തപസ്യയുടെ ഭാഗമായിട്ടുള്ള വലിയ വിസ്മയങ്ങൾ അവർ കേരളത്തെ കാണിക്കാനുണ്ട്. അവിടെ ഒന്നാം വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു സ്വർണ്ണക്കപ്പ്. സ്മിത ഹരിദാസ്, സുർജിത്ത് അയ്യപ്പത്ത്, ശ്രീനിത കൃഷ്ണൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സ്മിതയിലേക്ക് ഒന്നുകൂടി പോകുന്നു. സ്മിത, ആ സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയുടെ ലക്ഷ്യം എങ്ങോട്ടേക്കാണ്? പുറകിൽ ഭയങ്കര വൈബും ഭയങ്കര മേളമാണ്. ഞാൻ പറയണ്ട് കാശ്മീർ, സെറ്റാണ്. കാരണം നമ്മളൊന്ന് പുറകിലേക്ക് പോവാണ്. കാരണം ഇത് ആദ്യ നിര, അതായത് ഫ്രണ്ട് നിര ഇതിന്റെ കലോത്സവത്തിന്റെ മെയിൻ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യ നിര, അതായത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഒരു മെയിൻ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. പുറകിലെ നിര നമുക്കൊന്ന് കാണിക്കാം. കാരണം NCC, NSS, റെഡ് ക്രോസ്, ജൂനിയർ റെഡ് ക്രോസ് അവരൊക്കെ നമുക്ക് ഈ നിരയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ SPC കാഡറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നിറവാണ്. കാരണം തൃശ്ശൂരിന്റെ മുഴുവൻ പരിച്ഛേദം, കുട്ടികൾ, വിദ്യാർത്ഥികൾ, മുതിർന്നവര്, അധ്യാപകര്, നാട്ടുകാര്, അങ്ങനെ എല്ലാവരും ഒത്തിണങ്ങിയ ഒരു നിര. അതായത് ജൂനിയർ റെഡ് ക്രോസിന്റെ കുട്ടികളാണ്. റെഡ് ക്രോസിന്റെ കുട്ടികൾ ഇതാ പോകുന്നു. അതിന്റെ തൊട്ട് പിറകിലായിട്ട് മോഹിനിയാട്ടം ഭരതനാട്യം. ശരിക്കുള്ള സ്വഭാവം പുറത്തു വന്നു. മോഹിനിയാട്ടി നല്ല മനോഹരമായ നൃത്തത്തിന്റെ പല വർണ്ണങ്ങളാണ്. കണ്ടോ, മോഹിനിയാട്ടം ഉണ്ട്, ശരിയാണ്. പിന്നെ പേരുകൾ പറയണ്ടല്ലേ, അതാ പേരുകൾ പറയാതിരിക്കുക ഭംഗി. നല്ല കലാകാരി. ഞാനീ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഓളത്തിലങ്ങ് വിട്ടുപോയി. ഒരുപാട് ഞങ്ങൾ തൃശ്ശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ്. കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ വേദി നമ്പർ 11 ഞങ്ങളുടെ അവിടെ ഉള്ളത്. നാടകമാണ് 4 ദിവസങ്ങളിലായിട്ട് മത്സരം നടക്കുന്നത്. തൃശ്ശൂർ പരിസരത്ത് തന്നെ ഒരു 2 മിനിറ്റ് വോക്കോളം നമുക്ക് സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ ഉദ്ഘാടനത്തിനും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.